ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ ലിവർ റോസ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ ലിവർ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ചെറിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. നല്ല വെള്ളം ചേർക്കണം, ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ അത് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിൻ്റെയും സവാളിൻ്റെയൊക്കെ ആ ഒരു നീരിൽ തന്നെ ഇത് വെന്ത് കിട്ടും. ഇതൊന്ന് തിളക്കുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ വെന്ത് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ ആദ്യം വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല, ഇപ്പോൾ ലാസ്റ്റ് മാത്രമാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കുരുമുളകൊക്കെ ഒന്ന് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിലിപ്പോൾ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാകത്തിലാണ് വേണ്ടെങ്കിൽ ഈ ഒരു പാകത്തിൽ തന്നെ എടുക്കാം. ഇങ്ങനെ എടുത്താലും നല്ല ടേസ്റ്റാണ്. അല്ല നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇപ്പോൾ ലിവർ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.